വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് വ്ളോഗ് ചെയ്യാമെന്ന്. സോ നമുക്ക് വേഗം റെഡി ആവാം, അധികം സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഫേസ് വാഷ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഫേസ് ടോണർ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഒന്ന് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതാണ് കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഞാൻ എക്കോളജിക്കയുടെ സൺസ്ക്രീൻ ആണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് അതിന് കുറച്ചും കൂടി ഡ്രസ്സുമായി കുറച്ചും കൂടി എന്താ പറയുക നല്ലതായിട്ട് തോന്നിയത് എക്കോളജിക്കയുടെ. അപ്പം ഞാനൊരു 4-5 ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും. പിന്നെ സൺസ്ക്രീനാണ് ആയത്. സോ ഞാൻ നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി സ്കിൻ കെയറിൽ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേറെ സെറം കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സ്കിന്നൊന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. സോ ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്യുന്നില്ല. മേക്കപ്പ് ആയാലും ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് പൗഡറാണ്. ഞാൻ ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഇത് എൻഷാൻഡൻ്റെ ആണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ പൗഡറും യൂസ് ചെയ്യും കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ വേറെ കോമ്പാക്ട് പൗഡറോ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇത് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ ചെയ്യണത്. അതിൻ്റെ ഭാഗ്യത്തിന് ഫേസിൽ എന്തെങ്കിലും വെറ്റുള്ളപ്പോൾ, അതായത് വെള്ളം ഉള്ളപ്പോൾ പൗഡർ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്ക് പല ടൈമിൽ അബദ്ധം പറ്റാറുണ്ട്. കാരണം അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ടൈമിൽ ഒന്നും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൗഡറൊക്കെ ഇങ്ങനെ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ പൗഡറും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. സോ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ നനവോ വിയർപ്പോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുമ്പോൾ പൗഡർ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാൻ തന്നെ ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. ഞാൻ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ലിക്വിഡ് ടൈപ്പ് ബ്ലഷാണ് കേട്ടോ. ബ്ലൂ ഹാവറ്റ്. ഇതേതോ ഷെയ്ഡ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു പിങ്ക് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ 3 അവൈലബിൾ ഉള്ളത്. 3 എൻ്റെ അടുത്തുണ്ട് കേട്ടോ. കുറച്ച് കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ജാതി പിങ്കാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോന്നിരിക്കൂ, അതാണ് പ്രശ്നം. ഇല്ല ഓക്കെ ആണ് കേട്ടോ. സെറ്റ് ചെയ്ത് വന്നാൽ പിന്നെ ഓക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ പൗഡർ ബ്ലഷ് ഇടാറുണ്ട് കേട്ടോ കൂടുതലും. ആകെ ചോന്നിരിക്കണ്ടല്ലോ ഫേസ്. ഓയിലി സ്കിൻകാർക്ക് കുറച്ചുകൂടി ബെറ്റർ പൗഡറിൻ്റെ ആണ് കേട്ടോ, ലിക്വിഡ് ടൈപ്പിനെക്കാട്ടും. എൻ്റെ പൗഡറിൻ്റെ ഇപ്പം കാണാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എന്തോ ബ്ലഷ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അധികം നേരത്തെ അപ്ലൈ ചെയ്ത് അത്രയ്ക്ക് ഡാർക്കല്ല, കുറച്ച് ലൈറ്റാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചോന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫേസ് ഇങ്ങനെ ചോന്നിരിക്കണം എപ്പോഴും. ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം അപ്ലൈ ചെയ്യുക. അതെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും മേക്കപ്പിൻ്റെ ഒക്കെ. ഞാൻ എല്ലാം കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുക. എനിക്കങ്ങനെ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഒക്കെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏകദേശം സെറ്റായി പോയിട്ടുണ്ട് കേട്ടോ ഫേസൊക്കെ. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് കേട്ടോ. കുറച്ചൊരു ഷിമ്മറി ഷെയ്ഡാണ്. ഹൈലൈറ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. ചിലവർക്ക് ഫേസ് ഫുള്ളായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല, കുറവാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട സ്പോട്ടിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യാറില്ല.
ഇത് കണ്ടോ, നല്ല ഹൈലൈറ്റ് ചെയ്ത് നോക്കട്ടോ ഫേസ്. ഇതിൽ ഹൈലൈറ്ററും അതുപോലെ തന്നെ ബ്ലഷൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഐ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ ഏത് ഷെയ്ഡ് ഒന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ സ്ഥിരം ഇടുന്ന ഷെയ്ഡ് ഇതും അതുപോലെ തന്നെ ഇതുമാണ് കേട്ടോ, പിന്നെ ഇതും. സോ അതിലേതെങ്കിലുമൊക്കെ കാര്യമായിട്ട് പുതിയ ഷെയ്ഡ്സ് ഒന്നും ട്രൈ ചെയ്യാറില്ല. സോ ഞാൻ ഈ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ കയ്യിൽ ഫുൾ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഞാനിത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഫുള്ള് കൈയൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് പോവാം കേട്ടോ. നേരത്തെ പറഞ്ഞാൽ ഞാൻ കൈ കൊണ്ടാണ് എല്ലാ മേക്കപ്പിൻ്റെ സാധനങ്ങളും മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. സോ എൻ്റെ കൈ ആകെ അലങ്കോലായിട്ടാവും കിടക്കുന്നുണ്ടാവും. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അത്. നമ്മൾ ഐ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് ഇല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എപ്പോഴും ഞാനിത് തന്നെയാണ് കേട്ടോ, കൂടുതലും ഞാൻ അപ്ലൈ ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇത് മാർസിൻ്റെ പാലറ്റാണ് കേട്ടോ, കുറേ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഞാൻ പർപ്പിളിൽ നോക്കിയപ്പോൾ കണ്ടു. സോ അത് ഞാൻ പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഞാൻ അതിൻ്റെ മേലെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഐ ഷെയ്ഡ് ഞാനൊരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗോൾഡ് ഉണ്ട്, ഒരു കോപ്പർ ഷെയ്ഡ് ഉണ്ട്. ഞാൻ കോപ്പർ ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഞാനതങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനത് അപ്ലൈ ചെയ്യും, ചെറുതായിട്ടാണ് കേട്ടോ ഒക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ കാര്യമായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. ക്യാമറയിൽ എത്ര അപ്ലൈ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അല്ലേ? പക്ഷെ നന്നായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഐൻ്റെ ഈ ഒരു കോർണർ ഭാഗത്ത് ഒരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഹൈലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഭാഗം. അതുപോലെ രണ്ട് സൈഡ് ചെയ്യുന്നുണ്ട്. ഐലൈനർ അപ്ലൈ ചെയ്യാൻ പോകണം. അതിന് മുന്നേയായിട്ട് ഞാൻ കാജൽ കൊണ്ടിട്ട് ഉള്ളിൽ ഞാനൊന്നൊരു ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐലൈനർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ് കേട്ടോ, പുതിയതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഇൻസൈറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ പോയപ്പോൾ അത് കണ്ടു, മേടിച്ചു. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ശരിയാവില്ല. സോ ഞാൻ വേഗം അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറേ പേര് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, അതായത് തിന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ എത്ര തിന്നായിട്ട് അപ്ലൈ ചെയ്താലും ലാസ്റ്റ് ഇത്രയും കട്ടിയിൽ വരാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലാണ് അങ്ങനെ തിന്നായിട്ട് വരാറുള്ളത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കട്ടി കൂടാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹൈലൈറ്റ് എഴുതാൻ അറിയില്ലെന്ന് എനിക്കറിയാം. മസ്കാര അപ്ലൈ ചെയ്യാൻ കേട്ടോ.
നെക്സ്റ്റ് ഞാൻ ലിപ്പ് ലൈനറും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. ലിപ്പ് ലൈനർ പെൻസിൽ. മിറർ വേണം, മിറർ ഇല്ലാണ്ട് പറ്റില്ല. ഞാനിപ്പോൾ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ. മുൻപ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല. ഇപ്പം ഇത് എന്തിനാണ് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ലിപ്പ് ലൈനർ ഞാൻ എന്താ ഇത്ര കട്ടി കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് കുറച്ച് ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. സോ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്ത് എനിക്കൊരു പ്രത്യേക തരം കളർ ഉള്ള ഒരു ഷെയ്ഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാൾസിൻ്റെ ബെറി ബ്രേവ് 13 ഷെയ്ഡാണ്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കണ്ടോ, ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് ബ്രൗൺ ആണ് കണ്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഫേസസ് സ്കാനറുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അങ്ങനെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്വല്ലറീസ് പെയർ ചെയ്യാം. ഞാൻ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ദൈവം മേക്കപ്പ് താഴെ പോയേനെ. എനിക്കിങ്ങനത്തെ വലിയ ഇയറിങ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ മുൻപൊന്നും അങ്ങനെ ഇട്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, കണ്ടോ. അയ്യോ, ഇത്രയും വലിയ ഇയറിങ് എനിക്ക് തോന്നുന്നു ഞാൻ അത് ആദ്യമായിട്ടാണ് ഇടാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ ഓൾറെഡി ഇട്ടായിരുന്ന ഇയറിങ്ങൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു എന്താ പറയുക, സെയിം കളറല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഇയറിങ്. ഗ്രീൻ, എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഷറാറയാണ്. സോ ഞാൻ ഗ്രീൻ ഷറാറയ്ക്ക് ഞാനൊരു പിങ്ക് ഇയറിങ് ആണ് ഇട്ടിരുന്നത്. കുറച്ച് കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമില്ല അല്ലേ, കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല അത്ര തന്നെ. കാരണം എന്തായാലും ഇതന്നെ ഇടണം എനിക്ക്. ഞാൻ ഇതിന് വേണ്ടി മേടിച്ചല്ലേ. നമ്മളിതിന് 165 185 അങ്ങനെ വരണം കേട്ടോ ഈ ഒരു ഇയറിങ്ങിന്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറ്റണോ? വേണ്ട, മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ആകെ കൊള്ളാം. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റുന്നെങ്കിൽ അത് അപ്പോൾ കൊള്ളാം കേട്ടോ. സോ അത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഷറാറയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. അതായത് ഇതെൻ്റെ ലോങ് ഒരു ടോപ്പായിരുന്നു, ചിക്കൻ കറി കുർത്ത. ചില ബ്ലോഗ്സ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 2-3 കൊല്ലം ഇതൊക്കെ എടുത്തിട്ട്. ലോങ് 2 കൊല്ലമായിട്ടുണ്ട് കേട്ടോ ഏകദേശം. പക്ഷേ എനിക്കിത് ഇപ്പോഴും കറക്റ്റ് ഫിറ്റാ. ഞാനൊന്ന് തടി കുറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും ചിലപ്പോൾ. എന്തായാലും അതൊരു ലോങ് കുർത്തയായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് ഷോർട്ടാക്കി. പിന്നെ പാൻറ്റ് ഞാൻ ഷറാറയുടെ പാൻറ്റ് പോലെ പ്ലെയിൻ ഷിഫോൺ എടുത്തിട്ട് ഞാൻ ഞാനല്ല പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതാണ് കേട്ടോ. ഗ്രീൻ കളറാണ്. ഈ കാണുന്ന ഗ്രീനേ അല്ല കേട്ടോ, ഈ ക്യാമറയിൽ കാണുന്ന ഗ്രീനേ അല്ല, ഒരു ഡാർക്ക് ഗ്രീനാണ്. ഓക്കെ, ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. ഹെയർ കാര്യമായിട്ടൊന്നുമില്ല, സ്ഥിരം കിട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെയായിരിക്കും, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. സോ അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഒരു മടക്ക് വന്നത് എന്തിനാണ്, ഞാൻ ഹെയർ കുളിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഹെയർ ക്രാബ് ഇട്ട് വെച്ചു, അതായിരിക്കും ഒരു മടക്ക് വന്നിട്ടുണ്ട്. അല്ലാത്തപ്പോൾ എൻ്റെ ഹെയർ ഇതാ കണ്ടോ, കുളിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. പിന്നെ ഹെയർ നീളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടോ. അമ്മേ, കുറച്ച് നേരം ഈ ഡോറിൻ്റെ അവിടെ കൈ തട്ടണു. ഇത്രയും സ്ഥലം ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ വീഡിയോ എടുക്കണ കാരണമായിരിക്കും. ഹെയർ നമുക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടാം. ഗൈസ്, ഞാൻ വലിയൊരു കൺഫ്യൂഷനിലാണ്. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒരു ധാരണയില്ല കേട്ടോ. സെയിം ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ ചെയ്യണം. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇത് ചെരിഞ്ഞിട്ടൊക്കെ പോയിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് നേരെ എടുത്തിട്ട് ഇങ്ങനെ മുടി അഴിച്ചിടണം എന്നുള്ളൊരു ഇതിലാണ്. എന്ത് ചെയ്യും.
പിന്നെ അത് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ ഇങ്ങനെ എടുത്തിട്ട് സ്ലൈഡ് കുത്തിച്ചേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഷാൾ ഞാൻ ഇട്ടു. പിന്നെ ഇത് ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. കണ്ടില്ല, അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ അത് കാരണം ഇങ്ങനെ വടി പോലെ നിൽക്കുന്നുണ്ട്. ഇതാകൊന്ന് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഹെയർ കാണിച്ചു തരാം. ഞാൻ ബാക്ക് നോക്കിയിട്ടില്ല കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെയാണ് എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ബാക്ക് സൈഡ്. ഈ മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പൊട്ട് തൊടുക എന്നുള്ളതാണ്. കാരണം എൻ്റെ അമ്മയും അച്ഛനും പൊട്ട് തൊടാണ്ട് എവിടേക്ക് പോയിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു കുഞ്ഞു പൊട്ട് തൊടാമെന്ന്. അവർക്ക് പൊട്ടിട്ടില്ലെങ്കിൽ വിഷമാണ്, ഞാൻ മാലിട്ടില്ലെങ്കിൽ വിഷമാണ്. സോ ഇന്നെന്തായാലും ഞാൻ മാലിട്ടണില്ല കേട്ടോ, കാരണം അത്രയും നല്ല ഹെവി കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത്. സോ ഞാൻ ഐലൈനർ വെച്ചിട്ടൊരു കുഞ്ഞു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാനുണ്ടോ? വളരെ ലൈറ്റായിട്ട്. പൊട്ടിട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഇല്ലേ? ഇല്ല. അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഹെയർ സ്റ്റൈൽ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളതിലിരിക്കുകയാണ് ഞാൻ. ഓക്കെ, എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ്. അയ്യോ, മെയിനായിട്ടുള്ള സാധനം ഇട്ടിട്ടില്ല, പെർഫ്യൂം. ഞാൻ സാറ മെന്നിൻ്റെ ബ്ലൂ സ്പിരിറ്റ് സ്പ്രേ ആണ് അടിക്കുന്നത്. ഇത് മെൻസിൻ്റെയാണ്, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പ്രേ ആണ്, പെർഫ്യൂമാണത്. ഇതെനിക്ക് വിച്ചു ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ചെയ്തതെന്നല്ല, ഞാൻ പിടിച്ച് വാങ്ങിയതാണ്. എനിക്ക് അത്രയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിച്ചു അടിക്കുന്ന ഒരു പെർഫ്യൂം ഇതാണ്. സോ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടം പെർഫ്യൂമിൻ്റെ. സോ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ്. ഞാൻ മേടിക്കുമ്പോൾ ഇതാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ ഇത്ര ആക്കിയിട്ടുണ്ട്. ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് അത്രയും ഒരു വേണ്ടപ്പെട്ട ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഞാൻ ഈ ഒരു പെർഫ്യൂം അടിക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ സാധാരണ വല്ല പെർഫ്യൂമാണ് അടിക്കാറുള്ളത്. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അടിക്കുമ്പോൾ ഞാൻ കുറേ അടിക്കും കേട്ടോ, കാരണം ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. എന്നെ അടിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ നന്നായിട്ട് പെർഫ്യൂം അടിക്കുന്ന ഒരാളാണ്. കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. എന്തോ ഒന്ന് വിട്ടുപോയല്ലോ എന്നിങ്ങനെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഐബ്രോസ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. സോ ഐബ്രോസ് ഒന്ന് വെറുതെ എഴുതി സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. തുമ്പ് മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അധികം ഞാൻ എഴുതണില്ല, കാരണം എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ കൊള്ളാവുന്ന ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ തുമ്പൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫോണിൽ കാണുമ്പോൾ വലിയ വ്യത്യാസമില്ല, പക്ഷെ അടുത്ത് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, 5%. അപ്പോൾ ഇതാ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നീ കല്യാണത്തിന് പോയാൽ മതി. ഞാൻ വേറെ ബാഗോ കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നില്ല, ഫോൺ മാത്രമേ കയ്യിൽ പിടിക്കുന്നുള്ളൂ. വണ്ടിയിലാണ് പോണത്. സോ ഹെൽമെറ്റ് ഇടുമ്പോൾ എന്തായാലും എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാവും. പക്ഷെ അതിന് മുന്നേയായിട്ട് ഞാൻ ബി ബ്ലൻഡിൻ്റെ ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടാണ് ഞാൻ പോവുക കേട്ടോ. അത് ആ ഒരു ടൈമിൽ ഞാൻ അടിക്കണുള്ളൂ, പഠിക്കുന്നില്ല. സോ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. കല്യാണമൊക്കെ കഴിഞ്ഞത് അത് എത്തിയിട്ടുണ്ട്. ഞാൻ ഷോൾ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഹെയർ ഒന്ന് കെട്ടി വെച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ഒന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അധികം ഒന്നും പോയിട്ടില്ല. പിന്നെയും ലിപ്സ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, കുറേ ഫുഡൊക്കെ കഴിച്ച കാരണം. അല്ലാണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കമ്മൽ, ഭയങ്കര വലിയ കമ്മലാണ്. ഞാൻ ഇങ്ങനത്തെ ഇടാത്ത കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഗ്രീനിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ പിങ്ക് കളറാണ് ചൂസ് ചെയ്തത് കേട്ടോ. കമ്മലിൻ്റെ ഈ ഒരു മുത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എന്തായാലും അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു, ഫുഡൊക്കെ കഴിച്ചു വന്നു. മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3 hours മേലെ ആയി ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട്. 3 hours അല്ലെങ്കിൽ കൂടുതൽ മേലെയായി. ഇപ്പം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഫേസൊക്കെ ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും. പിന്നെ ഞാൻ സണ്ണിൻ്റെ മുൻപിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ വേറൊരു ഗ്ലോ ഉണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.